പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് സെലക്ട് ചെയ്തിട്ടുള്ള റേഞ്ചിൽ ഫോർമാറ്റ് വരുത്തുന്നതിനെയാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലെ ന്യൂ റൂൾസിൽ ഉള്ള ഫംഗ്ഷനാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കിവിടെ സെയിൽസ് ഓൺ പ്രോഡക്റ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട്, സ്റ്റാറ്റസ്. ഈ സ്റ്റാറ്റസ് നമ്മൾ ഫിനിഷ്ഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ റേഞ്ചിൽ ആ റോ ഗ്രീൻ ആവണം. ഹാഫ് ഫിനിഷ്ഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓറഞ്ച് കളറായിട്ട് മാറണം. അതുപോലെ നോട്ട് ഫിനിഷ്ഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെഡായിട്ട് മാറണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ആ റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുക്കുന്നു. കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ നമുക്ക് വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഹൈലൈറ്റ്സ് സെൽസ് റൂൾസ്. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡാറ്റ ബാറ്, കളർ സ്കെയില്, ഇങ്ങനെയൊക്കെ ഇതുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ന്യൂ റൂൾസാണ് ഇപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ന്യൂ റൂൾസിൽ യൂസ് ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽ ടു ഫോർമാറ്റ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കുകയാണ്. ഫസ്റ്റ് ഈക്വൽ ടു കൊടുത്തതിന് ശേഷം ഫസ്റ്റ് സെല്ല് പറഞ്ഞു കൊടുത്തു. സെല്ല് F2 എന്ന് പറയുന്ന സെല്ലിൽ നമ്മൾ F2-ലെ 2-ൻ്റെ മുന്നേ നമ്മൾ ആ ഡോളർ സൈൻ മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഈക്വൽ ടു ആ സെല്ല് എന്താണ്, ഈക്വൽ ടു നമ്മൾ ഫിനിഷ്ഡ് എന്ന് അടിക്കണം. ബ്രാക്കറ്റ് ഡബിൾ കോട്ട്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫിനിഷ്ഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഫോർമാറ്റ് പറഞ്ഞു കൊടുക്കുക. ഫോർമാറ്റിൽ നമ്മൾ ഫിൽ കളറ് ഗ്രീൻ കൊടുത്തു. ഓക്കെ പ്രസ് ചെയ്യുക. വീണ്ടും ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റാറ്റസിൽ ഏത് കുളത്തിലും നമ്മൾ സെലക്ട് ചെയ്ത ഏത് കുളത്തിലും ഫിനിഷ്ഡ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഗ്രീൻ വരും. ഇനി അടുത്ത് നമുക്ക് ഹാഫ് ഫിനിഷ്ഡ് വേണം. ഹാഫ് ഫിനിഷ്ഡ് അടിച്ചു കഴിഞ്ഞാൽ ഓറഞ്ച് കളർ വരണം. അത് വീണ്ടും നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ന്യൂ റൂൾസ് യൂസ് ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽ ടു ഫോർമാറ്റ് ഈക്വൽ ടു വീണ്ടും ആ സെല്ലിനെ പറഞ്ഞു കൊടുക്കുക. F2 എന്ന് പറയുന്ന സെല്ല് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ 2-ൻ്റെ മുന്നിലത്തെ ഡോളർ സൈൻ മാറ്റി F കോൺസ്റ്റൻ്റ് ആവണം. 2, 3 എന്നുള്ള റോ ചേഞ്ച് ചെയ്യണം. ഈക്വൽ ടു ഡബിൾ കോട്ട്സ് ഹാഫ് ഫിനിഷ്ഡ്, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഫോർമാറ്റ് പറഞ്ഞു കൊടുത്തു. ഫിൽ കളറിൽ നമ്മൾ ഓറഞ്ച് കളർ സെലക്ട് ചെയ്തു. ഓക്കെ പറഞ്ഞു. വീണ്ടും ഓക്കെ പറഞ്ഞു. നമുക്ക് ഹാഫ് ഫിനിഷ്ഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓറഞ്ച് കളർ വരും. ഹാഫ് ഫിനിഷ്ഡ് ഓറഞ്ച് കളർ വന്നു. ഇനി നമുക്ക് അടുത്ത് സെലക്ട് ചെയ്യണം. അടുത്ത് നോട്ട് ഫിനിഷ്ഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് പോകണം. വീണ്ടും നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്തു. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് പറഞ്ഞു. ന്യൂ റൂൾസ് പറഞ്ഞു. യൂസ് ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽ ടു ഫോർമാറ്റ് ഈക്വൽ ടു അത് ഫസ്റ്റ് സെൽ തന്നെ പറഞ്ഞു കൊടുത്തു. ഡോളർ സൈൻ റിമൂവ് ചെയ്തു. ഈക്വൽ ടു ഡബിൾ കോട്ട്സ് നോട്ട് ഫിനിഷ്ഡ്, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു. ഫോർമാറ്റ് വീണ്ടും ഒന്നുകൂടി പറഞ്ഞു കൊടുക്കണം. നമ്മൾ ആ ഫോർമാറ്റ് എടുക്കാതെ ഓക്കെ പ്രസ് ചെയ്ത് പോയി. അതാണ് പ്രശ്നം. ഓക്കെ, ഫോർമാറ്റ് പറയാം. വീണ്ടും നമ്മളത് പറഞ്ഞു കൊടുത്ത് ഈക്വൽ ടു F2 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്തു. F2-ൻ്റെ മുന്നിലത്തെ ഡോളർ സൈൻ റിമൂവ് ചെയ്തു. ഈക്വൽ ടു വീണ്ടും ഈക്വൽ ടു പറഞ്ഞു കൊടുത്തു. ഡബിൾ കോട്ട്സ് സ്റ്റാർട്ട് ചെയ്തു. നോട്ട് ഫിനിഷ്ഡ്, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു. ഫോർമാറ്റ് ഫിൽ കളറ് റെഡ്. ഓക്കെ. ഇനി നമ്മൾ അടുത്ത കോളത്തിൽ നോട്ട് ഫിനിഷ്ഡ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ റെഡ് കളറ് ഹൈലൈറ്റ് ചെയ്യും. അടുത്തത് നമ്മൾ ഇതേപോലെ നമ്മൾ നെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ള റേഞ്ച് സെലക്ട് ചെയ്തിട്ടുള്ള കോളത്തിൽ ആ എല്ലാ കോളത്തിലും എല്ലാ റോയിലും അങ്ങനെ നമ്മൾ അടിച്ചു കൊടുത്താൽ ഹാഫ് ഫിനിഷ്ഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓറഞ്ച് വന്നു. ഫിനിഷ്ഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രീൻ ഹൈലൈറ്റ് ചെയ്തു. റേഞ്ച് സെലക്ട് ചെയ്ത വരെ
നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. റേഞ്ച് സെലക്ട് ചെയ്യാത്ത ഭാഗത്ത് ചെന്നിട്ട് ഫിനിഷ്ഡ് അടിച്ച് കഴിഞ്ഞാലോ അല്ല ഓഫ് ഫിനിഷ്ഡ് അടിച്ച് കഴിഞ്ഞാലോ നമുക്ക് ആ റോ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഹാഫ് ഫിനിഷ്ഡ് വീണ്ടും അടിച്ചു കൊടുത്തു, ഓറഞ്ച് കളർ വന്നു, ഫിനിഷ്ഡ്, ഗ്രീൻ കളർ നോട്ട് ഫിനിഷ്ഡ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ന്യൂ റൂൾസ് എന്ന ഫങ്ഷൻ ചെയ്യുന്നത്. അതിൽ നമുക്ക് എന്ത് കണ്ടീഷൻ വേണമെങ്കിലും കൊടുക്കാം. ഇന്നിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇറ്റാലിക്സിലാക്കാം. നമ്മൾ ഫിനിഷ്ഡ് അടിച്ച് കഴിഞ്ഞാൽ ഇറ്റാലിക്സിലായിട്ട് മാറും. എന്തിന് വേണമെങ്കിലും ആക്കാൻ പറ്റും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.